അതിഗംഭീരമായ പ്രതീക്ഷകൾ ഉണർത്തുന്ന ഒരു ട്രെയിലർ റിലീസായി. ആ ട്രെയിലർ കണ്ടപ്പോൾ എന്റെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞു ഇതൊരു ഹൊറർ സിനിമയാണെന്ന്. പക്ഷേ ഇതൊരു ഹൊറർ സിനിമയല്ല, അതിനും അപ്പുറത്തൊരു ഗംഭീര സംഭവമാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ട്രെയിലറിൽ കണ്ട ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാണ്. നമസ്കാരം, എന്റെ പേര് ഉണ്ണി എന്നാണ്. നമ്മൾ ചാനൽ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിരൻ എന്ന ഫഹദ് ഫാസിലിന്റെ ലേറ്റസ്റ്റ് മൂവിയുടെ ട്രെയിലർ കണ്ടു. അപ്പോൾ ആ ട്രെയിലറിന്റെ താഴെയുള്ള കമന്റ്സ് വായിച്ചു നോക്കിയപ്പോൾ പലരും ഷട്ടർ ഐലൻഡ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് റെഫർ ചെയ്ത് കണ്ടു. ലിയാനോ ഡികാപ്രിയോ അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഈ സിനിമയുടെ ട്രെയിലർ കണ്ട് എനിക്ക് ഗംഭീരമായി ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഷട്ടർ ഐലൻഡിന്റെ ട്രെയിലർ കണ്ടു. അത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ആ സിനിമ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിരൻ എന്ന പേരിന് അതിര് കാക്കുന്നവൻ എന്നൊരു അർത്ഥം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് റെഫർ ചെയ്തിട്ടില്ല. അർത്ഥം അറിയാമെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. എനിവേ, ഈ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഒരു ഹോസ്പിറ്റലാണ്. വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഹോസ്പിറ്റൽ. കുറച്ച് തട്ടിപ്പും തരികിടയും ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ജീവനക്കാർ, പിന്നെ കാടിന് നടുവിലാണ്. അപ്പോൾ ദുരൂഹമായ നിഗൂഢമായ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതുൽ കുൽക്കർണി എന്ന നടന്റെ സാന്നിധ്യം ട്രെയിലറിൽ ഞാൻ പ്രത്യേകം എടുത്ത് ശ്രദ്ധിച്ചു. അദ്ദേഹം മലയാളത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിഗംഭീരമായ ഒരു അഭിനയ സാധ്യതയുള്ള വേഷമായിരിക്കാം. ആ വേഷം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ട്രെയിലർ മൊത്തം കണ്ടു നോക്കിയപ്പോൾ ഒന്നെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഓണറായിട്ട് വരുന്ന ആൾ, അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ ഡോക്ടർ. എന്ത് തന്നെയായാലും ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ ഈ സിനിമയിൽ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അതിഥികൾ, ക്ഷണിക്കാത്ത അതിഥികളെ എനിക്ക് ഇഷ്ടമല്ല എന്ന്. ട്രെയിലറിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം സായി പല്ലവിയാണ്. സായി പല്ലവിയുടെ കഥാപാത്രത്തിന്റെ പ്രത്യേകത നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ലിറിക് വീഡിയോ ആണ്. അപ്പൊ അതിൽ അച്ഛനും മകളുമാണ് കാണിക്കുന്നത്. കുഞ്ഞുകാലം മുതലേ അച്ഛനും മകളുമാണ് കാണിക്കുന്നത്, അമ്മയെ കാണിക്കുന്നില്ല. ഇപ്പൊ ഈ ട്രെയിലറിലാണെങ്കിലും അമ്മയെ കാണിക്കുന്നില്ല. രഞ്ജി പണിക്കർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ മകളായിട്ടാണ് സായി പല്ലവി. അഭ്യാസിയാണ്. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണേ. ഓട്ടിസം ഒരു രോഗമൊന്നും അല്ല എന്ന് പറഞ്ഞ ടീസറിൽ ഫഹദ് ഫാസിൽ സംസാരിക്കുന്നുണ്ട്. സോ ഓട്ടിസം ബാധിച്ച ഒരു പെൺകുട്ടി, അച്ഛന്റെ തണലിൽ കളരി അഭ്യാസമൊക്കെ ചെയ്തിട്ടുള്ള, അച്ഛൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി എങ്ങനെ ഒരു മാനസിക രോഗാശുപത്രിയിലേക്ക് എത്തുന്നു? ഫഹദ് ഫാസിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥി എന്നാണ് അദ്ദേഹത്തിനെ റെഫർ ചെയ്തിട്ടുള്ളത്, അതുൽ കുൽക്കർണിയുടെ കഥാപാത്രം. അതുപോലെ തന്നെ സ്വന്തം അച്ഛൻ പറഞ്ഞ പോലെ അനുസരിക്കാത്ത ആളാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. ധിക്കാരിയായിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഡോക്ടറാണ്, അതിനോടൊപ്പം തികഞ്ഞൊരു അഭ്യാസി കൂടിയാണ്. കാരണം ഒരു കത്തിക്കുത്ത് സീൻ കാണിക്കുന്നുണ്ട്. പറന്നു വന്ന കത്തി എടുത്ത് കുത്തുന്ന, അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം തികഞ്ഞൊരു അഭ്യാസിയായിട്ടുള്ള ആൾ തന്നെയാണ് ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം. ഇതിൽ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ കാണിക്കുന്ന ഒരു കുഞ്ഞു ഷോട്ട് ഉണ്ട്. ആ കുഞ്ഞു ഷോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ ടൈപ്പ് റൈറ്ററിൽ അടിച്ചിരിക്കുന്നത് മുഴുവൻ ഒരൊറ്റ വാക്കാണ്. ആ വാക്കിന്റെ സ്പെല്ലിംഗ് ഞാനിപ്പോൾ വായിക്കാം. SCHADENFREUDE. ഈ വേർഡിന്റെ അർത്ഥം ഇത് തന്നെയാണ് റിപ്പീറ്റ് അടിക്കുന്നത്. അപ്പൊ ഇതെന്താണ് ഈ വേർഡിന്റെ അർത്ഥം നോക്കിയപ്പോൾ, മറ്റുള്ളവരുടെ ദൗർഭാഗ്യത്തിൽ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന ആൾ എന്നൊരു അർത്ഥം വരുന്നുണ്ട്. അതാരാണ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. പിന്നെ ഈ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാഫിക്സ് ആണ്. ടോപ്പ് ക്ലാസ് ക്വാളിറ്റി ഗ്രാഫിക്സ് എന്ന് വിളിക്കാവുന്ന അത്രയും ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സൗണ്ട്സും ബിജിഎമ്മും അതിഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തീമാണിത് എന്ന് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതിഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിലറിലുള്ള ഒരു ടിങ് ഒരു സംഭവമുണ്ട്, അതും ഇപ്പോഴും മനസ്സിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശാന്തി കൃഷ്ണയുടെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളത് കണ്ടെത്തണം. എന്താണ് ആ കണ്ടെത്തൽ? അത് ഈ ആശുപത്രിയെ സംബന്ധിക്കുന്ന, സായി പല്ലവിയെ സംബന്ധിക്കുന്ന ഒരു നിഗൂഢതയായിരിക്കാം. അതെന്താണെന്ന് എനിക്കൊരു ധാരണ ഫീൽ ചെയ്തത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. പിന്നെ പ്രകാശ് രാജ് 9 എന്ന മൂവിയിൽ സത്യത്തിൽ അദ്ദേഹത്തിന്റെ കടന്നുവരവാണ് പല ആളുകൾക്കും സിനിമയെ സംബന്ധിച്ച് പല കൺഫ്യൂഷൻസും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഈ സിനിമയിലും ഒരു ക്ലൂവും തരാത്ത വളരെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു, അത്രേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വന്ന് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, അദ്ദേഹത്തെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ബാക്കിൽ ഒരു ബ്ലാക്ക് അംബാസഡർ കാണിക്കുന്നുണ്ട്. ഫഹദ് ഫാസിൽ ഈ ട്രെയിലറിൽ ഒരു ബ്ലാക്ക് അംബാസഡർ പിന്നാലെ ഓടുന്ന ഒരു രംഗമുണ്ട്. സോ സായി പല്ലവിയെ സംബന്ധിക്കുന്ന രഹസ്യം, അല്ലെങ്കിൽ ആ ആശുപത്രിയെ സംബന്ധിക്കുന്ന ഒരു വലിയ രഹസ്യം പ്രകാശ് രാജിന്റെ കഥാപാത്രത്തിന് തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. വിഷ്വൽസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ടോപ്പ് നോച്ച് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഗംഭീര വിഷ്വൽസ്. സോ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയാം. ഇതൊരു പ്രേത സിനിമയല്ല, പക്ഷെ ആ ആശുപത്രിയെ സംബന്ധിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. ആ ആശുപത്രിയിലെ മനോരോഗികളായി കാണിച്ചിട്ടുള്ള ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, എല്ലാവരും ഡിഫറെന്റ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. അവരിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം ഇവരെങ്ങനെ ഈ ആശുപത്രിയിലേക്ക് എത്തപ്പെട്ടു. ഒരു പക്ഷേ തിരിച്ചുപോക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ലാത്തൊരവസ്ഥയിൽ ആളുകളെ അവിടെ കൊണ്ടുവന്ന് മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് രസം കണ്ടെത്തുന്ന ഒരു ഡോക്ടർ, അവിടേക്ക് വന്നെത്തുന്ന ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം അങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഒരു ആശുപത്രി അവിടുത്തെ പേഷ്യൻസിനെയൊക്കെ അവരുടെ പഴയ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ, മാനസിക ഉല്ലാസം കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു മാനസികമായ ഒരു ഡിപ്രഷനിൽ നിന്ന് ഒരാളെ കരകയറാൻ
നമുക്ക് സഹായിക്കാവുന്ന ഒരു രീതി. ഒരു പക്ഷെ അങ്ങനെ ചെയ്യാൻ വരുന്ന ഒരു ഡോക്ടർ മാത്രമായിരിക്കാം ഫഹദ് ഫാസിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. ടീസർ കണ്ടപ്പോൾ പലരും ഇത് പ്രേത സിനിമയായിട്ട് വിചാരിച്ചത് സായി പല്ലവി 2 വിരലിൽ ഉയർന്നു നിൽക്കുന്നു, അടിക്കുന്നു, ആ രംഗമൊക്കെയാണ്. കളരി പഠിച്ച നല്ല ഉഗ്രൻ അഭ്യാസിയുടെ വേഷമാണ്. അപ്പൊ തീർച്ചയായും അങ്ങനെ ഒരു അടി അടിക്കാം. സോ ഈ പറഞ്ഞത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്. ഇതിനും അപ്പുറത്തേക്ക് ഒരു കാര്യം ഈ സിനിമയിൽ ഉണ്ടാവുമെന്നും ആ സിനിമ തിയേറ്ററിൽ കണ്ട് കോരിത്തരിക്കാമെന്നും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും. ഈ സിനിമ കാണുമ്പോൾ ഒരു 4K ഡോൾബി അറ്റ്മോസ് തിയേറ്റർ തപ്പിയെടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണുന്നതായിരിക്കും നല്ലത്. ഗംഭീര വിഷ്വൽസും ഗംഭീര സൗണ്ടിങ്ങും ആയിരിക്കും. പാട്ടുകളൊക്കെ യൂട്യൂബിലുണ്ട്, എല്ലാ പാട്ടുകളും നല്ല രസമാണ്. ആൻഡ് ഫഹദ് ഫാസിൽ, അതുൽ കുൽക്കർണി, പ്രകാശ് രാജ്, സായി പല്ലവി ഒക്കെ നമ്മുടെ ഫേവറേറ്റ് ആൾക്കാരാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.